കേന്ദ്ര സർക്കാരിന്റെ വിവാദ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപ്പിലാക്കില്ലെന്ന് പറയാൻ എളുപ്പമാണെന്നും ചില പ്രശ്നങ്ങളുള്ളത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ചെങ്ങന്നൂരിൽ നടത്തിയത് സ്ത്രീവിരുദ്ധ പരാമർശമല്ലെന്ന് ന്യായീകരിച്ച മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഉറച്ചുനിന്നു. അതിനിടെ അതിക്രമ വാർത്തകളിൽ പോലീസിനെ പൊതിഞ്ഞു പിടിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്ക്. തൊഴിലാളി വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് LDF സർക്കാർ നടപ്പിലാക്കല്ലെന്ന് പറഞ്ഞ ലേബർ കോഡുമായി മുന്നോട്ടു പോവുകയാണ് വി ഡി സതീശൻ സർക്കാർ. സാങ്കേതിക പ്രശ്നങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയതും ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചില കാര്യങ്ങളിൽ മാത്രമാണ് പ്രശ്നമുള്ളതെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ലാത്ത സ്ഥിതി വരും. നേരത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടും അല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. തൊഴിലാളി സംഘടനകളുമായുള്ള കൂടിക്കാഴ്ച അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകും. എന്നാൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായ പഴി വി ഡി സതീശൻ ഇന്നും ആവർത്തിച്ചു. ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചതാണ് അടിസ്ഥാന പ്രശ്നമെന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞതെന്നാ 14/12/2024 സർക്കാർ ചെയ്തെന്താ? ഈ പുതിയ ഭേദഗതി, വഖഫിലെ ഭേദഗതി വരുന്നത് വരെ കാത്തിരുന്നു. മിനിമം അംഗങ്ങൾ അമുസ്ലിം അംഗങ്ങൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. മാക്സിമം എന്നുള്ളത് 3 ആക്കി. മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 ആക്കി. മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിൻ്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ഇതാണ് വഖഫ് ബോർഡ് എടുത്ത സ്റ്റാൻഡ്. തുടർച്ചയായി ഉണ്ടാകുന്ന പോലീസ് അതിക്രമ വാർത്തകളോട് പ്രതികരിച്ച മുഖ്യമന്ത്രി എല്ലാം നിയമത്തിന്റെ വഴിക്കെന്ന ഒഴുക്കൻ മറുപടിയിൽ പ്രതികരണം ഒതുക്കി. സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് വരികൾക്കിടയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കുണ്ട്രയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചതിൽ പ്രാഥമിക പരിശോധനയിൽ പോലീസിന് വീഴ്ചയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതികരണം. ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഭക്ഷണ രുചികൾ അമ്മമാർ പകർന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം വിവാദമായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ സതീശൻ പൂർണ്ണമായും തള്ളി. പ്രസംഗത്തിൽ ഒരു സ്ത്രീ വിരുദ്ധതയും ഇല്ലെന്നും ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെൻറ്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകൻ്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? മക്കൾക്കത് പകർന്നു കൊടുക്കണം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. മക്കൾക്കത് പകർന്നു കൊടുക്കണം എന്നാണ്. സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ സംബന്ധിച്ചും മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF ഉയർത്തിയ ആരോപണം ശരിവെക്കുന്നതാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടെന്ന് ചൂണ്ടിക്കാണിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.